നമ്മളിന്ന് സൺഡേ ഡേ ഔട്ടാണ്. അതിൽ നമ്മൾ കാണിക്കുന്നത് ഒരു എക്സിബിഷനാണ്. അപ്പോൾ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിലെ എക്സിബിഷനാണ് നമ്മൾ ഇന്നത്തെ കാഴ്ച. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ പ്രധാനമായിട്ട് വെച്ചേക്കുന്ന ഒരു ആനയും രഥമുണ്ട്. ആനയുടെ പുറത്ത് രഥം, അത് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അതിപ്പം നമ്മളവിടുത്തെ ബാക്കിയുള്ള എക്സിബിഷൻ കാണിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും കർവ് ചെയ്ത പെയിൻറ്റിങ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പല രീതിയിൽ കർവ് ചെയ്തിട്ടുണ്ട്. അത് വുഡിൽ കർവ് ചെയ്ത ശില്പങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റോണിലുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, നമ്മൾ ഇന്ന് വരെയും കാണാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് കാണിക്കുന്നത്. അത് പല മൃഗങ്ങളുടെ ഉണ്ട്, ദേവികളുടെ ഉണ്ട്, ദേവന്മാരുടെ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള തൂണുകളൊക്കെ നമ്മളിങ്ങനെ ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെ. അതെല്ലാം എനിക്ക് വിവരിച്ച് പറയാനായിട്ട് എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എക്സിബിഷൻ ഞാൻ ഒരുപാട് എക്സിബിഷൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സിബിഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എക്സിബിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പെയിൻറ്റിങ്സുകളും കാർവിങ്സുകളും. അതുകൂടാതെ നമുക്ക് മറ്റ് പല രീതിയിലുള്ള എക്സിബിഷൻസ് നമുക്ക് ഇവിടെ കാണാം. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിൽ MG റോഡിൽ മെട്രോ സ്റ്റേഷന് താഴെ, പാലത്തിൻ്റെ താഴെയായിട്ടാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം മെട്രോ സ്റ്റേഷനിൽ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഹോട്ടൽ എംപയറിൽ പോയിരുന്നു. അപ്പോൾ എംപയറിൻ്റെ MG റോഡിലുള്ള എംപയറിലാണ് പോയത്. അപ്പോൾ അവിടെ തന്നെ കുറച്ചധികം വേറെ എക്സിബിഷൻസ് ഉണ്ട്. സാധാരണ എല്ലാ മാളിലും കാണുന്ന പോലെ അവിടുത്തെ മാളിൽ കണ്ടത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം. ഇത് നമ്മൾ MG റോഡിൽ കണ്ട എക്സിബിഷൻ്റെ ഭാഗങ്ങളാണ്. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഗണപതിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്കെല്ലാം വ്യക്തമായിട്ട് അറിയില്ല. പല രീതിയിലുള്ള ക്ഷേത്ര ശില്പകലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പല ഭാവത്തിലും രൂപത്തിലും ഒക്കെയുള്ള ശില്പങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോരോ ഫലകങ്ങൾ പോലെ, ഓരോരോ തൂണുകൾ പോലെയൊക്കെയാണ്. അപ്പം ഒരാളിത് വാങ്ങുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു പോർഷൻ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അത് കർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഒരു ഷോപ്പ് പീസായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വുഡ് ഫ്രെയിമിനുള്ളിലോ, അല്ലെങ്കിൽ നേരിട്ട് തന്നെ വെക്കാൻ രീതിയിലാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ശില്പികളുമൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വന്ന് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ സമീപിച്ചാൽ ആക്കിത്തരും. ഇപ്പോൾ പുതിയ പുരാതന രീതിയിലുള്ള വീടുകളൊക്കെ വെക്കണമെങ്കിൽ അതിന് പറ്റിയ തൂണുകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ മയില്, അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഴയ ശില്പകലയും അതുപോലെ തന്നെ പെയിൻറ്റിങ്സുകളൊക്കെയാണ്. അത് ഈ തകിടിൽ അവർ എടുത്ത് ചെയ്തുണ്ടാക്കിയേക്കുന്ന പെയിൻറ്റിങ്സാണ്. അതിനകത്ത് പല രീതിയിലുള്ള ഭഗവാന്മാരും ഭഗവതികളും ഒക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. അത് രണ്ട് സൈഡിലായിട്ട് പ്രദർശിപ്പിച്ചു. ഇതാണ് MG റോഡിൽ മെട്രോയിൽ പ്രദർശിപ്പിച്ചേക്കുന്ന ഒരു ആനയും അതിൻ്റെ പുറത്താണ് രഥം ഇരിക്കുന്നത്. അത് ശരിക്കും ഒരു ഒറിജിനൽ ആന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിതൊക്കെ ഒരു സൈഡിലൂടെ പോയി എല്ലാം എടുത്ത് അതിന് ശേഷം അവിടെ ഒന്ന് വിശ്രമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണത്. അന്ന് സമയം പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളതാണ്. ബാംഗ്ലൂരിൽ ഭയങ്കര ചൂടായിരുന്നു ആ ദിവസം. അത് കഴിഞ്ഞ് അതിനോടൊപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഡിലും അവർ പലതരത്തിലുള്ള ശില്പങ്ങൾ തീർത്തിട്ടുണ്ട്.
ഇത് വുഡിൽ കാർവ് ചെയ്തേക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ ശില്പങ്ങളും അതിൻ്റെ മറ്റു രീതിയിലുള്ള പല ഇതുകൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വുഡിലും മണ്ണിലും തീർത്ത ശില്പങ്ങൾ, പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് പെയിൻറ്റിങ് ചെയ്യാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ പോട്ട് പോലെ അവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. ഇതൊക്കെ വുഡിൽ തീർത്തേക്കുന്നതാണ്. ഇത് എത്രയധികം പണിയത് ഉണ്ടാക്കിയേക്കുന്നത് നോക്കി. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്ന ശില്പങ്ങളാണ് ഇതെല്ലാം. ഞാൻ വളരെ സ്പീഡിലാണ് എടുത്തു പോകുന്നത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പിന്നെ കുറേ അതല്ലാതെ പാത്രങ്ങളും കപ്പുകളും പോട്ടുകളും ഫ്ലവർ പോട്ടുകളും എല്ലാം അങ്ങനെ ഒരു സെക്ഷനുണ്ട്. മുന്നോട്ട് നടന്ന് നോക്കുമ്പോൾ പല രീതിയിലുള്ള സ്റ്റാളുകൾ നമുക്ക് കാണാവുന്നതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ നിലത്തൊക്കെ ഒരുപാട് ശില്പങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട്. ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസ് പോലെ ഉണ്ട്. പിന്നെ വസ്ത്രത്തിൻ്റേതായ ഷോപ്പുകളുണ്ട് അതിനകത്ത്. ഇതിലെല്ലാം അങ്ങനെയാണ്. അതൊരു എന്താ പറയുന്നത്, ബോട്ടിൽ ഹാങ്ങിങ്ങാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഹാങ്ങിങ്സുകളും എല്ലാം അവിടെ, ബാഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഷോൾ, സാരീസ് എല്ലാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വെജിറ്റബിളിന് കർവ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിനകത്തെ ഇതൊക്കെ വെജിറ്റബിൾ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് ഡ്രൈ ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് മറ്റു രീതിയിലുള്ള ഒരു ആർട്ട് ഫോമാണ്. ഇത് ബാക്ക് സെക്ഷനാണ്. അതോടൊപ്പം മഡിൽ ഉള്ള ഇതുണ്ട്, പോട്ട്സുകളുണ്ട്, ബാഗ്സ് ഉണ്ട്, ലഞ്ച് ബാഗ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ പല കൈത്തറിയായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. വസ്ത്രങ്ങളും അതുപോലെ തന്നെ പല രീതികളിലും. പിന്നെ മറ്റ് ഓർണമെൻറ്റ്സ്, മെറ്റൽ ഓർണമെൻറ്റ്സ് ഉണ്ട്. അതോടൊപ്പം ചെറിയ ചെറിയ ആനകൾ, അതിൻ്റെ ശില്പങ്ങൾ, ബുദ്ധ. പിന്നെ ഇതെല്ലാം മാർബിളിൽ തീർത്ത ശില്പങ്ങളാണ്. ഇത് വുഡിലുള്ള ഉണ്ട്, ക്രോക്കഡൈലൊക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് ബാഗ്സ്, ഷോൾസ്, ചുടിദാസ്, സാരി, ബ്ലൗസസ്, റെഡിമെയ്ഡ് ബ്ലൗസസ്, അങ്ങനെയൊക്കെ വേറൊരു സെക്ഷനുണ്ട്. ഇതെല്ലാം ചുങ്കിടി സാരികളൊക്കെയാണത്. ഇത് കണ്ട് സ്പൂണ്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റോളിൽ എനിക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് തോന്നി. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഷേപ്പിലുള്ള ചില വുഡൻ സ്പൂണുകളും വുഡൻ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. ബൗൾ സെറ്റ്സൊക്കെ ഉണ്ട്. അതോടൊപ്പം ബാംഗിൾസും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സീഷെല്ലി എന്നുള്ളതാണ്. ഞാനതിൻ്റെ ഒരു ബാംഗിൾ വാങ്ങി. അത് ഒരുപാട് കാലം നിൽക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഡ്രസ്സിൻ്റെയൊക്കെയുള്ള സ്റ്റോൾസ് ഉണ്ട്. നല്ല സാരികളൊക്കെയാണ്, പക്ഷെ വില കുറച്ചധികം ഉണ്ട്. പിന്നെ ചെറിയ പ്ലാന്റ്സ് നല്ല മഡിൻ്റെ പോട്ട്സിലൊക്കെ ആക്കിയ ഇതുണ്ട്. നേരിട്ട് ഇൻഡോർ പ്ലാന്റ്സ് പോലെ നമുക്ക് വെക്കാവുന്നതാണ് ഇതെല്ലാം. പിന്നെ സാരി സെക്ഷൻസ് ഉണ്ട്, ബെഡ്ഷീറ്റ്സ്, അങ്ങനെ കുറേ അധികം ഉണ്ട്. ബ്ലൗസസ്, സ്കേർട്ട് വിത്ത് ബ്ലൗസ്, ലെഹങ്ക, അങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള സ്റ്റോൾസിലുള്ളത്. സാരീസിൻ്റെയൊക്കെ ഒത്തിരിയുള്ള സ്റ്റോൾസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ഉണ്ട്. അത് ഫ്രെയിം ചെയ്ത പെയിൻറ്റിങ്സും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോൾസ് വേറെയുണ്ട് അവിടെ പ്രദർശിപ്പിച്ചത്. കൂടാതെ തന്നെ ഇതെല്ലാം നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ മാറ്റ്സ് ഉണ്ട്. വളരെ മനോഹരമായ ഫ്ലോർ മാറ്റ്സാണ് ഇവിടെ ഈ സ്റ്റോളിൽ വിൽക്കുന്നത്.
പിന്നെ പലതരത്തിലുള്ള വുഡൻ ബാംഗിൾസിൻ്റെ ഒരു സെറ്റ്, അതിൻ്റെ ഒരു സ്റ്റോള്, ബാംഗിൾസ്, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള സ്റ്റോൾസ് ഉണ്ട്. പിന്നെ ടോപ്സ്, ചപ്പൽസ്, ഷർട്ട്സ്, ഖാദി ഐറ്റംസ്, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം സ്റ്റോൾസ് ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ മെട്രോ റെയിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. ഇത് മെയിൻ റോഡ് സൈഡ്, എം ജി റോഡിന് നേരെ അടുത്ത് തന്നെയായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എം ജി റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇതാണ് ഒരു ആന ഇരിക്കുന്നിടത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ.